ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സങ്കീർത്തനം 36 അതിൻ്റെ 8-ാം തിരുവചനം. നിൻ്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിൻ്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. കർത്താവിൽ പ്രിയരെ, 36-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ അഥവാ യഹോവയുടെ ദാസനായ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ്. ദൈവാലയത്തെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഭക്തനായ ദാവീദ്. മാത്രമല്ല, ജെറുസലേമിൽ ഒരു ദൈവാലയം പണിയുവാനായിട്ട് വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനുമാണ് ദാവീദ്. പിന്നത്തേതിൽ ദാവീദിൻ്റെ മകനായ ശലോമോനാണ് ദൈവാലയം പണിയുവാൻ ദൈവം അനുവദിച്ചത്, അത് പണിതത്. ദൈവാലയത്തിൻ്റെ മഹത്വം ദാവീദ് ദർശിച്ചിരുന്നു. ദൈവാലയത്തിൻ്റെ ഗുണഗണങ്ങൾ ദാവീദ് അനുഭവിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരു സങ്കീർത്തനത്തിൽ നിൻ്റെ ആലയത്തിലെ ഒരു വാതിൽ കാവൽക്കാരനായിരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് അദ്ദേഹം പറയുവാനിടയായത്. അതെ, ആലയത്തിലെ പ്രധാന പുരുഷന്മാരിൽ ഒരാളായിട്ടല്ല, പ്രത്യുത ആലയത്തിലെ ഒരു കാവൽക്കാരനായിരിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആലയത്തിൻ്റെ അഥവാ ദൈവാലയത്തിൻ്റെ ദൈവമന്ദിരത്തിൻ്റെ മഹത്വം ഗ്രഹിച്ചവർക്ക് മാത്രമേ ഇത്രയും താഴ്മയോടെ ദൈവാലയത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ട് ദാവീദ് ദൈവാലയത്തെ ഇത്രത്തോളം സ്നേഹിച്ചു, പ്രിയപ്പെട്ടു, ഇഷ്ടപ്പെട്ടു? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ദൈവാലയത്തിലെ പുഷ്ടി ദൈവാലയത്തെ പ്രിയപ്പെടുന്നവർ അനുഭവിക്കുന്നു. എന്താണ് ദൈവാലയത്തിലെ പുഷ്ടി? അടുത്ത ഭാഗത്ത് അത് കാണുന്നു. ദൈവത്തിൻ്റെ ആനന്ദ നദി ദൈവാലയത്തിൽ വരുന്നവരെ ദൈവം കുടിപ്പിക്കുന്നു. ആനന്ദ നദി, പല നദികളുടെ പേരുകൾ നാം കേട്ടിട്ടുണ്ട്. ആനന്ദ നദി എന്ന ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഈ ആനന്ദ നദിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ, ആനന്ദ നദിയെ രുചിച്ചറിയുവാൻ കടന്നു പോകേണ്ട ഇടം ദൈവാലയമാണ്. ദൈവാലയത്തിൽ ചെന്നാൽ ദൈവമഹത്വം കാണാം, ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവശക്തി പ്രാപിക്കാം, ദൈവിക രോഗശാന്തി പ്രാപിക്കാം, ദൈവിക സന്തോഷം അനുഭവിപ്പാൻ, ദൈവിക സമാധാനം പ്രാപിക്കാം, ദൈവിക ശബ്ദം ശ്രവിക്കാം, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടാം. ഈ പട്ടിക ഇനിയും നീണ്ടുപോവുകയാണ്. ചുരുക്കം ചില ദൈവാലയത്തിലെ ഗുണഗണങ്ങളാണ് ഇവിടെ പ്രസ്താവിക്കുവാനിടയായത്. ദൈവാലയത്തിലെ നമ്മുടെ വാസം അഥവാ ദൈവാലയത്തിലെ ആരാധനകളിലെ, പ്രാർത്ഥനകളിലെ നമ്മുടെ പങ്കാളിത്തം, അത് നമ്മെ ദൈവത്തോട് ചേർത്ത് പിടിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ സന്നിധിയിൽ വരുവിനെന്ന് ദൈവം വിളിക്കുന്നത്. ആ വിളി കേട്ട് നാം ദൈവസന്നിധിയിൽ കടന്നുപോയാൽ, ദൈവാലയത്തിൽ കടന്നുപോയാൽ ദൈവികമായ പുഷ്ടി നമുക്കുണ്ടാകും, അഥവാ ആത്മീയ പരിപോഷണം നമുക്കുണ്ടാകും. ഇത് ദൈവവചനത്താലാണ് സംഭവിക്കുന്നത്, ദൈവസഹായത്താലാണ് സംഭവിക്കുന്നത്, ദൈവാത്മാവിനാലാണ് സംഭവിക്കുന്നത്, ദൈവത്തിൻ്റെ അഭിഷേകത്താലാണ് സംഭവിക്കുന്നത്. ആ ആനന്ദ നദി
സംബന്ധിച്ച് യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്. അതെ, ആ ആനന്ദ നദി പരിശുദ്ധാത്മാവാണ്. അത് നമുക്ക് ധാരാളമായി ലഭിക്കുന്നത് ആരാധനയിലാണ്, ദൈവാലയത്തിലാണ്. ആമേൻ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ.